രണ്ട് ചോദ്യങ്ങളാണ് കിട്ടിയത്. ഒന്ന്, ഈ കായേന വാച മനസ്സേന്ദ്രിയർവ എന്നുള്ള ശ്ലോകത്തെ പറ്റിയാണ്. അപ്പോൾ നാമജപം മാത്രമാണോ ഭാഗവതധർമ്മം എന്നാണ് ചോദിച്ചത്. നാമജപം മാത്രമല്ല ഭാഗവതധർമ്മം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു ശ്ലോകം, ഇത് ഭാഗവതത്തിലുള്ള ശ്ലോകമാണ്. കായേന വാച, ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ എന്താണ് അർത്ഥത്തിൽ പറയാം. കായേന എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് എന്നർത്ഥം, വാച എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് എന്നർത്ഥം, മനസ്സാന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് എന്നർത്ഥം, ഇന്ദ്രിയൈഹി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്നർത്ഥം, ബുദ്ധിയ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് എന്നർത്ഥം. അപ്പം ഇതൊരു യോഗി പറയുന്നതാണ്. നവയോഗികളിൽ ഒരു യോഗി ഈ രാജാവിനോട് പറയുന്നതാണ് ഈ ശ്ലോകം. അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിക്കേണ്ടെന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, കർമ്മങ്ങളെ നമ്മളൊക്കെ ചിലപ്പോൾ നല്ല കർമ്മങ്ങൾ ചീത്ത കർമ്മങ്ങൾ നിന്ന് വേർതിരിക്കാറ്. പക്ഷേ ആ യോഗി പറയുന്നതിന് അങ്ങനെ വേർതിരിവൊന്നും വേണ്ടാതാണ്. കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനവ പ്രകൃതി സ്വഭാവ കരോമി യത് എന്നാണ്. നമ്മൾ ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളും വളരെ ഭക്തിയോടുകൂടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് ഭാഗവതധർമ്മം. അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാമം ജപിക്കൽ മാത്രമല്ല, കാരണം എല്ലാ അംബരീഷനൊക്കെ അങ്ങനെ ജീവിച്ചൊരു മഹാത്മാവായിരുന്നു എന്ന് പറയുന്നുണ്ട്. മുഴുവൻ കർമ്മം, അദ്ദേഹം അമ്പലത്തിൽ പോയിട്ട് പാത്രം കഴുകുകയായിരുന്നു, അതുപോലെ അടിച്ചുവാരുമായിരുന്നു എന്നൊക്കെ ഭാഗവതത്തിൽ എഴുതി വെച്ചു. എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോഴാണ്, പ്രത്യേകിച്ച് ഈ നമ്മൾ ഈ വാനപ്രസ്ഥമാണല്ലോ ചിന്തിക്കുന്നത്, അവർക്കൊക്കെ ജീവിതം എത്രയോ നന്നാവുന്നത് അങ്ങനെയാണ്. അത് ഉത്തരം ചോദ്യം കർത്താവോട് തൃപ്തനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം കിട്ടിയത്, അത് കുറേയധികം ചിന്തിക്കാനുള്ളതാണ്. സമയം 8:30 ഏകദേശം നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം വൈഡായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എങ്കിലും ഞാൻ 2 മിനിറ്റ് കൊണ്ടൊന്ന് സൂചിപ്പിക്കാമെന്ന് മാത്രം. ചോദ്യം ഇതാണ്: മക്കളെ നേരെയാക്കാൻ അച്ഛനും അമ്മയ്ക്കും പറ്റിയില്ല എങ്കിൽ അവർ ഒന്നിനും കൊള്ളരുതാത്തവർ ആണോ? ചോദ്യം ഒന്നുകൂടി വായിക്കണോ? മക്കളെ നേരെയാക്കാൻ അച്ഛനും അമ്മയ്ക്കും പറ്റിയില്ല എങ്കിൽ അവർ ഒന്നിനും കൊള്ളരുതാത്തവരാണോ? അത് നല്ലൊരു ചോദ്യമാണല്ലേ. ആ ചോദ്യകർത്താവ് ആരാണെങ്കിലും ആരോ ആയിക്കോട്ടെ, നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ പല കുടുംബങ്ങളിലും പ്രായമുള്ളവരിന്ന് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ചോദ്യം. അപ്പോൾ നമ്മളെവിടേക്കോ വായിക്കും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഒരിക്കലൊരു വൃദ്ധസദനത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒരാൾ തൻ്റെ അച്ഛനെ അമ്മയെ കാറിൽ കയറ്റി കൊണ്ടുപോവുക. അപ്പോൾ മകനും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ ചെറിയ കുട്ടി ഇങ്ങനെ വളരെ ഉത്സാഹത്തോടെ ചോദിക്കുക, എങ്ങട്ടാ എന്താ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എത്താറായി, അവിടെ എത്തി. അത് കഴിഞ്ഞ് പിന്നെ ആ കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ കുട്ടി അവസാനം പറയുകയാണ്, ഈ ഇവിടേക്കുള്ള വഴിക്ക് മനസ്സിലായി, ഇനി ഇവിടേക്കുള്ള വഴിക്ക് മനസ്സിലായത് ഞാൻ വലുതായാൽ അച്ഛനെ ഇവിടെ തന്നെ എത്തിക്കാം. അപ്പോൾ ഞാനത് കഥ വിസ്തരിച്ച് പറഞ്ഞിട്ട് പോയിൻ്റ് മാത്രം പറഞ്ഞതാണ്. അപ്പോഴാണ് കാറ് നേരെ റിവേഴ്സ് ഇറക്കുകയാണ്. ആ കുട്ടി തൻ്റെ മകൻ പറഞ്ഞ ആ വാക്ക് ഈ അച്ഛനെ വല്ലാതെ ചിന്തിപ്പിച്ചു. എന്നിട്ട് വീണ്ടും തിരിച്ചവിടെ പോയിട്ട് തൻ്റെ അച്ഛനെയും തിരിച്ചു കൊണ്ടുവരുന്ന കഥയാണ്. അപ്പോൾ ഈ പ്രായമാകുന്ന ആൾക്കാർ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ എന്നെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ അവിടെയൊക്കെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്ന ഒരൊറ്റ പോയിൻ്റ് പറഞ്ഞു തരും. അപ്പോൾ ഭാഗവതത്തിൽ ഈ വർണ്ണനുണ്ട്, ശരത് ഋതുവൊക്കെ വർണ്ണിക്കുന്നുണ്ട് വേദവ്യാസ മഹർഷി. മനോഹരമായൊരു അധ്യായമാണ് കേട്ടോ. അതിൽ പറയുന്നുണ്ട്, ഈ പർവ്വതങ്ങളിൽ ഗിരയോ വരുഷധാരാഭി എന്ന് ആരംഭിക്കുന്ന ഒരു ശ്ലോകമാണ്. അതിൻ്റെ അർത്ഥം മാത്രം ഞാൻ പറയാം, ശ്ലോകമൊന്നും ചൊല്ലുന്നില്ല. ഗിരയ പറഞ്ഞാൽ പർവ്വതങ്ങൾ, വരുഷധാര എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ മഴ പെയ്യുമ്പോഴും ഈ പർവ്വതം എന്ത് ചെയ്യുന്നു? അത് നല്ല ഉറച്ച് നിൽക്കുക. എത്ര വലിയ മഴ പെയ്താലും പർവ്വതത്തിനൊരു കുലുക്കൊന്നുമില്ലല്ലോ. എന്നിട്ട് അടുത്ത ആ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ പറയാണ്, യഥാ അധോക്ഷചേതസഃ, ആരാണോ എപ്പോഴും മനസ്സ് ഭഗവാനിൽ തന്നെ വെച്ച് ഭക്തിയോടെ ജീവിക്കുന്നത്, അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും ഈ ഭക്തനെ ബാധിക്കുന്നില്ല എന്ന് വേദവ്യാസ മഹർഷി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ഈ മക്കളെ നേരെയാക്കാൻ നമ്മൾ ശ്രമിക്കുക, അവർക്ക് നല്ല വഴിയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുക.
ഒരിക്കലും നമ്മൾ കൊള്ളരാത്തവരാവുന്നില്ല. പിന്നെ പണ്ട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കൂട്ടുകെട്ടാണ് പലപ്പോഴും ഈ കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്നത്. എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞു തരുന്നു. സംസർഗജ ദോഷഗുണ ഭവന്തി എന്നാണ് ആ ശ്ലോകം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികളൊക്കെ നല്ല കൂട്ടുകെട്ടിലേക്കാണ് പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇത്രയും എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ശരി, ഏതായാലും ഞാനൊരു കൃതജ്ഞത കൂടി പ്രകാശിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്നിവിടെ മറ്റൊരാളാണ് വരേണ്ടത്. അപ്പോൾ ഇന്നലെയാണ് ഇവിടുത്തെ ഈ റാന്നി ഹരിശങ്കർ എന്നോട് എൻ്റെ പേരൊക്കെ കൂടി അനൗൺസ് ചെയ്തു, ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ എന്നെ വിളിച്ചതിന് എൻ്റെ കൃതജ്ഞത കൂടി ഇവിടെ അറിയിച്ചുകൊണ്ട് ഞാൻ പൂർണ്ണമാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.